നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ടോപ്പിക്കുകളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു പുതിയൊരു സാധനം പഠിക്കുകയാണ് അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് മാത്സ് എപ്പോഴും ടഫായിട്ട് മാറും. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പഠിക്കാം. ചോദ്യം ചിലപ്പോൾ ടഫായിരിക്കാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തെ വായിച്ച് നമ്മൾ എളുപ്പമാക്കണം. എത്രത്തോളം നമ്മൾ ചോദ്യത്തെ വായിക്കുന്നു അത്രത്തോളം നമുക്കത് എളുപ്പമായിട്ട് മാറും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. 27 students of a class got A+ in maths. They form 3/4 of the entire class. How many students are there in a class എന്നുള്ളതാണ് ഒന്നാമത്തെ ഇവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത്. അതിൽ 27 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+ മാത്സ്. അപ്പോൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിൽ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 27 കുട്ടികളാണ് A+ കിട്ടിയിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. ഈ 27 കുട്ടികൾ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ദേ ഫോം 3/4 ഓഫ് ദ എൻറ്റയർ ക്ലാസ്. ആ ക്ലാസ്സിൽ ആകെ കുറേ കുട്ടികളുണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികൾ എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ ഒരു X എന്ന് എടുക്കാം. ആ കുട്ടികളുടെ എണ്ണം നമുക്കറിയില്ല, എത്രയോ കുട്ടികൾ. അതിൻ്റെ 3/4 ആണ് അതിൻ്റെ എന്ന് പറയുമ്പോൾ ഇൻറ്റു അങ്ങനെയല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്നിൻ്റെ ഭാഗം, പാർട്ട്, ടൈംസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻറ്റു കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി ഞാനൊരു ജസ്റ്റ് ഇവിടെ മാറ്റി എഴുതാം. ആ നമ്പറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ 3/4 പാർട്ടാണ് A+ കിട്ടിയ കുട്ടികൾ. അതാ എത്രയാണ്? 27 എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലെ ആകെ കുട്ടികൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് Xൻ്റെ വില നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക. Xൻ്റെ വില കണ്ടുപിടിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. നോക്കുക, ഈ X ഇൻറ്റു 3/4 = 27 ആണ് ഞാൻ തന്നിട്ടുണ്ട്. അതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുക? X കണ്ടുപിടിക്കാൻ X = 27. ഈ ഇൻറ്റു 3/4 ശ്രദ്ധിക്കണം. ഇൻറ്റു 3/4 സമത്തിൻ്റെ ഇപ്പുറം പോകുമ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. 3/4 ഡിവൈഡഡ് ബൈ 3/4 ആയിട്ട് മാറും. 27 ഡിവൈഡഡ് ബൈ 3/4 ആയിട്ട് മാറും. ഇതറിയാത്തവർ പഠിച്ചു വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ സമത്തിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. പ്ലസ് സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നോക്കാം. X = 27 ഇൻറ്റു ഈ ഡിവിഷനെ നമ്മൾ ഇൻറ്റു ആയിട്ട് എഴുതുമ്പോൾ 3/4 എന്നുള്ളത് എന്താവും? റെസിപ്രോക്കലാവും. 4/3 ആയിട്ട് മാറും. 4/3 3/4ൻ്റെ റെസിപ്രോക്കലാണല്ലോ 4/3 എന്ന് പറയുന്നത്. അപ്പോൾ 27 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഇത് മനസ്സിലായില്ലെങ്കിൽ 27/1 എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കാം. ഇവിടെ 27×4 ചെയ്യാനൊന്നും നിൽക്കാൻ പാടില്ല. വളരെ എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്താണ്? ഞാൻ മുന്നേ പഠിപ്പിച്ചതാണ്. 27ഉം 3ഉം തമ്മിലൊരു ബന്ധമുണ്ട്. 9 ടൈംസ് പോവും. 27 3 9 ടൈംസ് പോവും. പിന്നെ ബാക്കിയുള്ളത് 9 × 4 ആണ്. 9 × 4 9 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. 4 36 ആണ്. അപ്പോൾ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ എത്രയാണ്? 36 കുട്ടികളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അറിയില്ല. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇതേപോലെ X എന്ന് വിളിച്ചു. ആ Xൻ്റെ 3/4 ആകെ കുട്ടികളുടെ 3/4 ഇവിടെ പറയുന്നുണ്ട്. ദേ ഫോം 3/4 ഓഫ് ദ എൻറ്റയർ ക്ലാസ്. എൻറ്റയർ ക്ലാസ്സിൻ്റെ 3/4 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെയുള്ള ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ X എന്ന് വിളിക്കുന്നു. അതിൻ്റെ 3/4 Xൻ്റെ 3/4 27 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 27 കുട്ടികൾക്കാണല്ലോ A+ കിട്ടിയത്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്, ഓപ്പറേഷൻ ചെയ്യുകയാണ്. X × 3/4 = 27 നമ്മൾ ആദ്യം എഴുതി. എന്നിട്ട് എങ്ങനെ മാറ്റി എഴുതി? X കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. X കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 27 ഇവിടെ ഇൻറ്റു 3/4 എന്നുള്ളത് സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3/4 ആയിട്ട് മാറി. 27 ഡിവിഷൻ മാറ്റേണ്ടിയിട്ട് ഇൻറ്റു ആക്കി മാറ്റി, മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റി. 3/4ൻ്റെ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എത്രയാണ്? 4/3 ആണ്. 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 27 × 4/3. അത് വെറുതെ 27 4 കൊണ്ട് ഗുണിക്കാനൊന്നും പോകാൻ പാടില്ല. 27ഉം 3ഉം തമ്മിലൊരു ബന്ധമുണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം. 27നെ 3 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 9 ആണ്. അതാണ് ഞാനിവിടെ 9 എഴുതിയിരിക്കുന്നത്. 9 അങ്ങനെ കിട്ടും. പിന്നെ ബാക്കിയുള്ളത് 9 ×
4 ആണ്. 9 ഇൻറ്റു 4 എത്രയാണ്? 9 ഇൻറ്റു 4 ആൻസർ 36 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ ആൻസർ എത്രയാണ് വരിക? ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണെന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2/3 ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് 1/2 ലിറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ഒരു ബോട്ടിലുണ്ട്, ഒരു വലിയ ബോട്ടിൽ നിങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഒരു ബോട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2/3 പാർട്ട് ആ ബോട്ടിലിൽ എത്രയോ ലിറ്റർ വെള്ളം കൊള്ളും. എത്രയോ ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും നമുക്കറിയില്ല. എത്രയോ കൊള്ളുമല്ലോ. ടോട്ടൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. നമുക്ക് എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് അറിയില്ല. ആ എക്സിൻ്റെ 2/3 പാർട്ട് എത്രയാണെന്ന് പറയുന്നുണ്ട്? 1/2 ലിറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. 1/2 ലിറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ചോദ്യം എന്താ? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ബി ബോട്ടിൽ ഹോൾഡ്? ആ ബോട്ടിലിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല. എക്സ് നമുക്കറിയില്ല, എത്ര ക്വാണ്ടിറ്റി വെള്ളം ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എക്സിൻ്റെ ആ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 2/3 പാർട്ടാണ് 1/2 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 1/2 അവിടെ തന്നെ വെച്ചു. ഈ ഇൻറ്റു ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻറ്റു 2/3 എന്ന് പറയുന്നത് സമത്തിന് ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2/3 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 2/3. നോക്കിയേ, രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ആദ്യത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ വെക്കുക 1/2. രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 2/3യുടെ റെസിപ്രോക്കൽ എത്രയാണ്? 3/2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 3/2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 1 ഇൻറ്റു 3 ആണ്. 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണ്. 3/4 ലിറ്റർ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ ഈ പാത്രത്തിൽ കൊള്ളുന്ന ആകെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3/4 ലിറ്റർ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? എത്രയാണ് ആൻസർ വരിക? 3/4 ലിറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. 3/4 ഓഫ് എ വെസൽ ഹോൾഡ് 1/2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഒരു വലിയ വെസൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പാത്രം എന്നൊക്കെ വേണം പറയാം, അല്ലെങ്കിൽ ഒരു നിങ്ങളുള്ള വെസലോ എന്നും കിടക്കും. ഒരു വലിയ വെസലുണ്ട്. ആ വെസലിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു നമുക്കറിയില്ല. നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം ആണ്. എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു അറിയില്ല. ടോട്ടൽ ക്വാണ്ടിറ്റി ഇത് ടോട്ടൽ ക്വാണ്ടിറ്റി എന്നാണ് വായിക്കുക. നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് ലിറ്റർ എന്ന് എടുത്തു. നമുക്കറിയില്ല എത്രയോ കൊള്ളും. 3/4 ഓഫ് എ വെസൽ ഹോൾഡ് 1/2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. 3/4. അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 3/4 എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്റർ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ലിറ്റേഴ്സ് ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ? അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞ ടോട്ടൽ ക്വാണ്ടിറ്റി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചെയ്തു നോക്കാം. എക്സ് ഇൻറ്റു 3/4 ഈസ് ഈക്വൽ ടു 1/2 മാറ്റിയാൽ 3/2 എന്നുള്ള ആൻസർ കിട്ടും. 3/2 ലിറ്റർ എന്നുള്ള ആൻസർ കിട്ടും. ദെൻ എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഈസ് ഈക്വൽ ടു 3/2. ഈ 3/4 ഇൻറ്റു 3/4 സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 3/4 ആയിട്ട് മാറും. ഇനി എന്താ ബാക്കി എങ്ങനെയാണ് ചെയ്യാം? രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് ഹരിക്കുക? ആദ്യത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ വെക്കുന്നു, 3/2 അങ്ങനെ തന്നെ വെക്കുന്നു, ഇൻറ്റു അടിയിലത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ. 3/4ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 4/3 ചെയ്തു നോക്കാം. ഇവിടെ ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, വേഗം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞേ? ഈ 3യും ക്യാൻസലായി. പിന്നെ ഉള്ളത് 4ഉം 2 ആണ്. 4ൽ 2 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? പിന്നെ ബാക്കി ആരും ഇല്ലല്ലോ, എല്ലാം ക്യാൻസലായി. 2 മാത്രമേ ഉള്ളൂ. ആൻസർ 2 ലിറ്റർ എന്ന് കിട്ടും. ഇനി ഗുണിക്കേണ്ടവർക്ക് ഗുണിച്ചു. ഓക്കെ, ഗുണിക്കേണ്ടവർക്ക് ഗുണിക്കാം. ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. 3/2 ഇൻറ്റു 4/3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 ഇൻറ്റു 4 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6.
12/6 കിട്ടും. 12/6 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 2 തന്നെയാണ് ആൻസർ. 2 ലിറ്റർ. രണ്ടും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഞാനിവിടെ എളുപ്പത്തിൽ എന്ത് ചെയ്തു, വേഗത്തിൽ കുത്തിച്ചുരുക്കിയിട്ട് ആൻസർ കണ്ടുപിടിച്ചു. USSC എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കട്ടിങ് മെത്തേഡ്, എളുപ്പ മെത്തേഡ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് എക്സ് എന്ന് എടുക്കുന്നതാണ്. അത് നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ക്വാണ്ടിറ്റീനെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന രീതിയിൽ എടുക്കുന്നത്. ഇതല്ലാണ്ട് വേറെ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വഴി വേറെയുണ്ട്. PSCക്കൊക്കെ നമ്മൾ ഉപയോഗിക്കണ വഴി വേറെയുണ്ട്. അത് ഞാൻ ക്ലാസ് നേരിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. തൽക്കാലം എക്സ് എന്ന് എടുത്തിട്ട്, അറിയാത്തൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എക്സ് എന്ന് എടുത്തിട്ട് നിങ്ങളത് പഠിച്ചാൽ മതി. നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് വേണമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടുക? 2 ലിറ്റർ എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 2 ലിറ്റർ. ഓക്കെ, നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, 4ാമത്തെ ചോദ്യം കുറച്ചും കൂടി ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നോക്കാം. 2 ഓഫ് ദ 3 ribbons of same length and half the third ribbon were placed end to end. It comes to 1 meter. What is the length of a ribbon in centimeter എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ലോണം ശ്രദ്ധിക്കണം. 2 ഓഫ് ദ 3 ribbons. അപ്പോൾ 3 റിബൺ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു റിബൺ ഞാൻ ഇവിടെ വരക്കാം. ഇവിടെ ഒരു റിബൺ ഉണ്ട്, ഇവിടെ വേറൊരു റിബൺ ഉണ്ട്, ഇവിടെ വേറൊരു റിബൺ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. 2 ഓഫ് ദ 3 ribbons ഓഫ് സെയിം ലെങ്ത്ത്. സെയിം ലെങ്ത്ത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉത്തരമൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് മക്കളെ. സെയിം ലെങ്ത്ത് ആയതുകൊണ്ട് എല്ലാത്തിനും ലെങ്ത്ത് എക്സ് ആണെന്ന് വിചാരിക്കുക. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് കേട്ടോ. സെയിം ലെങ്ത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം നല്ലോണം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ചിലപ്പം സാഷ്ടാംഗം പ്രണമിച്ച് വരേണ്ടി വരും, അല്ലെങ്കിൽ ഭൂരിഭാഗം ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നോക്കുക, പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരിക. സെയിം ലെങ്ത്ത് ആണെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ലെങ്ത്ത് ഞാൻ എക്സ് എന്ന് എടുത്തു. ലെങ്ത്ത് അറിയില്ലല്ലോ, അറിയില്ലെങ്കിൽ പിന്നെ എക്സ് എന്ന് എടുക്കില്ലാണ്ട് വേറെ വഴിയില്ല. വേറെ വഴിയുണ്ട്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ക്ലാസ് എന്ന് പറയാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എക്സ് എന്ന് എടുക്കുക. ഓക്കെ മക്കളെ, ഇനി എന്താ വേണ്ടേ? 2 ഓഫ് ദ 3 ribbons. 2 റിബൺ കംപ്ലീറ്റ് ആയിട്ട് എടുത്തേ. 2 റിബൺ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ടൈ ഇങ്ങനെ കൂട്ടി കെട്ടില്ലേ, നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് കെട്ടുമല്ലോ. അപ്പോൾ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് കെട്ടി. രണ്ടെണ്ണം ഒരുമിച്ച് കെട്ടിയാൽ എക്സ് പ്ലസ് എക്സ്, ഈ 2 റിബണും ഒരുമിച്ച് കെട്ടി. പിന്നെ എന്താ കിട്ടണേ? 2 ഓഫ് ദ 3 ribbons ഓഫ് ദ സെയിം ലെങ്ത്ത് ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് റിബൺ. ഹാഫ് എക്സിൻ്റെ പകുതി, 3ാമത്തെ റിബണിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് x/2. പകുതി പറഞ്ഞാൽ x/2 അല്ലേ? നേരെ പകുതിയൊക്കെ 2 കൊണ്ട് ഗുണിച്ച് ഹരിച്ചാൽ മതിയല്ലോ. 10ൻ്റെ പകുതി 2 ആണ്, 5 ആണ്. അതെങ്ങനെ കിട്ടുന്നത്? 10/2 ആണ്. അപ്പോൾ എന്തിനെ പകുതിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ അവസ്ഥ. ഇതാണ് അവസ്ഥ. എക്സ് പ്ലസ് x/2. ഒന്നും കൂടി ചോദ്യം വയ്ക്കാം. 2 ഓഫ് ദ 3 ribbons. അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. 2 റിബൺ എടുത്തു ഓഫ് ദ സെയിം ലെങ്ത്ത് ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് റിബൺ. ഹാഫ് ഓഫ് ദ തേർഡ് റിബൺ. അപ്പോൾ ആദ്യത്തെ ഫുള്ളായിട്ടുള്ള 2 റിബൺ എടുത്തു, എക്സ്. പിന്നെ എന്താ പറയുന്നത്? ഹാഫ് ഓഫ് ദ തേർഡ് റിബൺ, x+2. ഹാഫ് ഓഫ് ദ തേർഡ് റിബൺ. ഇതാണ് നമ്മുടെ നിലവിലത്തെ റിബണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. x പ്ലസ് x/2. നോക്കാം, ശ്രദ്ധിക്കുക. എക്സും കൂടി കൂട്ടിയാൽ എത്രയാണ്? 5ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 10 ആണ്, നമുക്കറിയാം. അതേപോലെ എക്സും കൂടി കൂട്ടിയാൽ 10 അല്ല, 2x ആണ്. 2x എന്നാ പറയാം. പ്ലസ് പിന്നെ എന്താ ഉള്ളത്? x/2 എന്നുള്ളത് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. കുറച്ചൊന്ന് ഹയർ ലെവൽ പ്രോബ്ലമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷയ്ക്ക് വരുമോ എന്നറിയില്ല, എങ്കിലും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ലോണം മനസ്സിലാവും. നോക്കുക, 2x, എക്സും കൂടി കൂട്ടിയാൽ 2x ആണ്. 2x ഉണ്ടല്ലോ, അപ്പോൾ 2x പ്ലസ് x/2 അങ്ങനെ തന്നെ എഴുതി. ഇനി ശ്രദ്ധിക്കണേ, ഇനി കുറച്ച് നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരാളാണ് എക്സ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു എക്സ് കോമൺ ആയിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എക്സിനെ ഇങ്ങ് പുറത്തെടുത്ത് വെച്ചു, ബ്രാക്കറ്റ് ആഡ് ചെയ്തു. 2xൽ നിന്ന് എക്സ് പോയാൽ ബാക്കി ആരാ ഉള്ളത്? ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഇവിടെ എഴുതി പ്ലസ്, ഇവിടുന്ന് എക്സ് പോയല്ലോ, പിന്നെ ഒരു 1/2 ബാക്കിയുണ്ടാവും. 1/2, 1/2 ബാക്കിയുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. എന്താ എത്തിയേ? എക്സ് ഇൻറ്റു, അതായത് ബ്രാക്കറ്റ് 2 പ്ലസ് 1/2 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കണം നോക്കാം. എക്സ് ഇൻറ്റു 2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഒരുമിച്ച് എഴുതി, പ്ലസ് വെച്ചാൽ അത് എഴുതണമെന്നില്ല. 2 1/2 തന്നെയാണ് വരിക. അതായത് ഈക്വൽ ടു എക്സ് ഇൻറ്റു
2 1/2 മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കിയാൽ എന്ത് കിട്ടും? 5/2 എന്ന് കിട്ടും. 5/2. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആൻസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ് ഇൻറ്റു 5/2 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ. എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ചോദ്യം നോക്ക്. ഇറ്റ് കെയിം ടു 1 മീറ്റർ എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് 1 മീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇൻറ്റു 5/2 സമത്തിന് ഇപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5/2 ആയിട്ട് മാറും. ഈക്വൽ ടു രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ആദ്യത്തെ അങ്ങനെ തന്നെ വെക്കുക. 1 ഇൻറ്റു 2/5. 5/2ൻ്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ? 5/2ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ് മക്കളെ? 2/5 ആണ്. 1 ഇൻറ്റു 2/5 എന്ന് വെച്ചാൽ എത്രയാണ്? 2/5 മീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. അല്ലെങ്കിൽ 2/5 പാർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കൺഫ്യൂസിങ് ആക്കുന്നുണ്ടെന്ന് അറിയാം. ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു പ്രീ റിക്വസൈറ്റ് ആയിട്ട് ഒരു മുന്നറിവായിട്ട് മാത്രം കണ്ടാൽ മതി. 2/5 മീറ്റർ ആണ് ഇപ്പോൾ ഉള്ള ലെങ്ത്ത് എന്ന് പറയാം. ഇതിന് ചോദ്യം അതല്ല, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ റിബൺ ഇൻ സെൻറ്റിമീറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2/5നെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റി എഴുതണം. ഞാനത് ഈ സൈഡിൽ എഴുതുന്നുണ്ട്. ഈ സൈഡിലേക്ക് മാറ്റി എഴുതാം. 2/5 മീറ്ററിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റി എഴുതണം. എങ്ങനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റുക? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 2/5 ഇൻറ്റു 100/1 എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾ നോക്കുക, ഇത് കുത്തിച്ചുരുക്കിയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. കുത്തിച്ചുരുക്കാൻ പഠിക്കണം. 100ൽ 5 എത്ര ടൈംസ് പോകാം? 20 ടൈംസ് പോവും. പിന്നെ ആരാ ബാക്കിയുള്ളത്? 2 ഇൻറ്റു ഇവിടെയുള്ള 2 ഇൻറ്റു ഇപ്പം കിട്ടിയ 20. 2 ഇൻറ്റു 20 എത്രയാണ് ആൻസർ? 40 ആണ് ആൻസർ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫൈനൽ ആൻസർ എത്ര വരും? ഫൈനൽ ആൻസർ 40 സെൻറ്റിമീറ്റർ വരും. ഇനി അതൊന്നുകൂടി കൺഫേം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം. ഓരോന്നിൻ്റെ ലെങ്ത്ത് 40 സെൻറ്റിമീറ്റർ എന്നല്ലേ പറയണേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ 40 വരും, ഇവിടെ 40 വരും, ഇവിടെയും 40 വരും. ഇത് നമ്മൾ എടുത്ത ശരിയാണോ നോക്കാം. അതായത് 2 ഫുള്ള് എടുത്തു. അതായത് 40 + 40 പ്ലസ് ലാസ്റ്റ് ഉള്ളതിൻ്റെ ഇതിൻ്റെ പകുതി എന്നല്ലേ പറഞ്ഞാൽ? ഇതിൻ്റെ പകുതി എന്നല്ലേ പറഞ്ഞാൽ? 40ൻ്റെ പകുതി എത്രയാണ്? 20. നിങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കിയേ. 40 40 80 80 20 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 മീറ്റർ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ശരിയാണ് എന്ന്. ഒന്നും പേടിക്കണ്ട. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴേ എന്താപ്പം ഉണ്ടായേ, ആരിപ്പം പടക്കം പിടിച്ചെന്നുള്ള മറ്റേ ഇന്നസെൻറ്റ് പറയണില്ലേ, അതുപോലെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തല ഇങ്ങനെ പുകഞ്ഞ് വരുള്ളൂ. അപ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ എളുപ്പം ക്വസ്റ്റ്യൻസ് ഏരിയ എത്രയാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും വന്നിട്ട് ഏരിയ എത്രയാണ്, 2 ഫ്രാക്ഷൻസ് ഹരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സിമ്പിളല്ലേ. അപ്പോൾ നമ്മൾ USS എക്സാമിനൊക്കെ അപ്പിയർ ചെയ്യണ സ്റ്റുഡൻസ് ആണ്. സോ വി ഷുഡ് ഡെവലപ്പ് അവർ സ്കിൽസ്. മെൻ്റൽ എബിലിറ്റിയും നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ്ങും ഒക്കെ വന്നെങ്കിൽ മാത്രമേ നമ്മളെ തല നല്ലോണം പ്രവർത്തിക്കുള്ളൂ. ഓക്കെ, ഞാൻ വേറെയും കുറച്ച് ടോപ്പിക്സ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ 11:30 അപ്പോൾ എനിക്ക് വേറെയും കുറേ പോർഷൻസ് കവർ ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ട് ലേറ്റ് നൈറ്റായി. ബാക്കി ഞാൻ വേറൊരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്തിട്ട് തരാം. അപ്പോൾ ഇതൊരു പ്രീ റിക്വസൈറ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഞാൻ കേട്ടിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇതിൽ വരാനുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഈ എക്സ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ട് എല്ലാ പ്രോബ്ലംസും എന്താ പറയുക ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം പ്രോബ്ലംസ്. അതിൽ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിൽ നിങ്ങൾ ഫ്രാക്ഷൻ്റെ 2 ഫ്രാക്ഷൻസ് പ്ലസ് ചെയ്യുന്നത്, 2 ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യുന്നത്, 2 ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ്, 2 ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിവിഷൻസ്, പിന്നെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ 2/3യുടെ റെസിപ്രോക്കൽ എത്രയാണ്? 3/2 ആയിരിക്കും. 5/6ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 6/5 ആയിരിക്കും എന്നുള്ള കാര്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം.
അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സമത്തിന് എന്താ വ്യത്യാസം വരുന്നത്, ഇവിടെ ഒരു ഇൻറ്റു ഉണ്ടെങ്കിൽ അത് സമത്തിൻ്റെ ഇപ്പുറം പോകുമ്പോഴേക്ക് എന്തായിട്ട് മാറും, ഡിവിഷൻ ആയിട്ട് മാറും. ഒരു ഡിവിഷൻ സമത്തിൻ്റെ ഓപ്പോസിറ്റ് പോകുമ്പോഴേക്ക് ഇൻറ്റു ആയിട്ട് മാറും. പ്ലസ് എന്ന് പറയുന്ന സൈന് സമത്തിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും. മൈനസ് എന്ന് പറയുന്ന സൈന് സമത്തിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ അത്തരം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. നമ്മളിപ്പം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്, കൺവേർഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കുത്തി ചുരുക്കേണ്ട കാര്യങ്ങളിപ്പോൾ 3/6 ഇൻറ്റു 36/9 എന്ന് പറയുന്ന ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം 6 മുകളിലുണ്ട്, ഇവിടെ 36 ഉണ്ട്. അപ്പോൾ 36 6 ടൈംസ് പോവും എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. 3 9 എത്ര ടൈംസ് പോവും, 3 ടൈംസ് പോവും. അപ്പോൾ 6/3 എന്ന് പറയുന്ന ആൻസറിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതായത് കുത്തി ചുരുക്കി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. മാത്തമാറ്റിക്സുമായിട്ട് നമുക്കൊരു ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അതുപോലെ കുറേ മെത്തേഡ്സുകൾ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലംസൊക്കെ ഒന്നുകൂടി ഓരോ ക്വസ്റ്റ്യനായിട്ട് വായിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ചും കൂടി പോർഷൻസ് എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൃപ്തിയായി എന്നുള്ള അവസ്ഥയായിട്ടുണ്ടാവും. സോ വി വിൽ ഡിസ്കസ് മോർ ടോപ്പിക്സ് ഓൺ അവർ ക്ലാസ് ഡയറക്റ്റ്ലി. ഇതൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് കാണാം, ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല. പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് ബാക്കിയുള്ളത് ക്ലാസ്സിൽ നേരിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങൾ ചിലപ്പോൾ രാവിലെ കാണാം, അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിവേ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ.